ഇപ്പോഴും വെറുതെ അല്ലല്ലോ ഇരിക്കുന്നേ. ഈ പാവം കാമുകന്റെ ഹൃദയത്തിൽ തന്റെ മുള്ളുള്ള വാക്കുകൾ കൊണ്ട് അമ്പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അല്ല, ഞാൻ തനിക്ക് എന്ത് ദ്രോഹം ചെയ്തെന്ന് മനസ്സിലാവുന്നതേയില്ല. ഞാൻ തന്നോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അതല്ലെങ്കിൽ ഞാൻ വാക്കുകൾ കൊണ്ട് തന്നെ വേദനിപ്പിച്ചോ? തന്നെ വഞ്ചിച്ചോ? പറ്റിച്ചോ? തന്നെ സ്നേഹിക്കുന്ന ഈ ഞാൻ മോശമാണെന്ന് തനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അനന്യ? എനിക്ക് താൻ വിചാരിക്കുന്നത് പോലെ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞ എനിക്ക് തന്നിൽ നിന്ന് രക്ഷപ്പെട്ട മാത്രം മതി. പക്ഷെ എനിക്ക് തന്നിന്ന് അകന്നു പോകണമെന്ന് ആഗ്രഹമേ ഇല്ല. ദേഷ്യം വരുന്നുണ്ടല്ലേ? ദേഷ്യപ്പെട്ടോ? വഴക്ക് പറയണോ അല്ലേ? വഴക്കും പറഞ്ഞോ? എന്നെ എതിർക്കണമെന്നുണ്ടോ? എന്നെ എതിർത്തോ? എന്നെ തന്നെ ഉപേക്ഷിച്ച് പോവാൻ മാത്രം എന്നോട് പറയരുത്. അത് ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യമോ? സ്നേഹിക്കുന്ന പെണ്ണ് ദേഷ്യപ്പെട്ടാലും വഴക്ക് പറഞ്ഞാലും വെറുത്താലും ഇനി എന്തായാലും ശരി, ഈ കാമുകൻ അതല്ല ഇഷ്ടപ്പെടും. തന്റെ പ്രണയിനിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി കാമുക സ്വന്തം ജീവൻ പോലും വെടിയാൻ തയ്യാറാവും. താൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തനിക്ക് എങ്ങനെയാ മനസ്സിലാവുന്നേ? ഉള്ളിൽ കളിമണ്ണല്ലേ ഉള്ളത്? കണ്ടില്ലേ തനിക്ക് എന്തുമാത്രം ദേഷ്യം വരുന്നതെന്ന്? തന്റെ ഈ ദേഷ്യം ഒന്ന് അടക്കി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിദേവിയുടെ ക്ഷമയ്ക്ക് തുല്യമായിട്ട് മാറും. താൻ ഈ ദേഷ്യപ്പെടുന്ന നേരത്ത് ഒരല്പം സ്നേഹം എന്നോട് കാണിക്കുക. ഞാൻ 100% ഉറപ്പ് നൽകാം, എന്റെ സ്നേഹം മുഴുവൻ തനിക്ക് നൽകാമെന്ന്. തന്റെ കൂടെ ഞാൻ വരാൻ പാടില്ലായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ തന്റെ കൂടെ പെട്ടുപോയിരിക്കുക. ഇപ്പൊ പെട്ടുപോയത് ഞാനോ താനോ ഒന്നുമല്ല, ആ മഹാദേവൻ. അദ്ദേഹോ പെട്ടത്. ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ, സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഒരു സ്മൈല് പോലും കിട്ടാതെ ഈ ജേണി ഇപ്പൊ ഒരു 6 ബോറായിരിക്കാം. ഇനി എന്ത് ചെയ്യാനാ? ഇങ്ങനെ ശല്യം ചെയ്തോണ്ടിരിക്കുക. താൻ നരകത്തിലേ പോവൂ. കൂടെ താനും ഉണ്ടാവുമല്ലോ, അപ്പൊ അറിയാം നരകമാണോ സ്വർഗമാണോ എന്നൊക്കെ. സ്വാമിജി, അങ്ങോ? എനിക്ക് ആദ്യം ആരാണെന്ന് മനസ്സിലായില്ല. നോക്ക അനന്യ, അദ്ദേഹം വലിയ സ്വാമിയാ. വന്നു കയ്യിന്ന് വിട്. ഇങ്ങോട്ട് വന്നേ അനന്യ. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറയൂ സ്വാമിജി. ഇതെന്റെ ഫ്രണ്ട് അനന്യ. എനിക്ക് സംസാരിക്കാനുള്ളത് ഈ കുട്ടിയോടാണ്. സംസാരിച്ചോളൂ സ്വാമിജി, ഇവൾക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. ശരി, നീ പൊയ്ക്കൊള്ളൂ. ഞാൻ പോണോന്നോ? അതെ, ഉടൻ. ശരി സ്വാമിജി. നോക്കാനന്യ, സ്വാമിജി ഒരുപാട് ശക്തിയുള്ള ആളാ. അനുഗ്രഹം വാങ്ങാൻ മറന്നു പോവരുത്. എനിക്കതിന്റെ ഒരു ആവശ്യമില്ല. ആരുടെയും അനുഗ്രഹം എനിക്ക് വേണ്ട. ആ ശിവശങ്കരന്റെ അനുഗ്രഹം നിനക്ക് വേണ്ടെന്നുണ്ടോ? നീ കുറച്ച് മാറി നിൽക്ക്. ഇദ്ദേഹം ദിവ്യനാണെന്ന് തോന്നുന്നു. ഞാൻ നാഗമാണെന്നുള്ള കാര്യം ഇദ്ദേഹം മനസ്സിലാക്കുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യുക? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആരും ശരിയായ മറുപടി പറയാത്തത്? സ്വാമിജി, അങ്ങ് അനന്യെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം നല്ല പേടി തോന്നുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അവളിൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് അങ്ങ് സംസാരിക്കുന്നത്. എന്നാൽ അനന്യ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കെല്ലാം നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. അതെ സ്വാമിജി, അനന്യ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നല്ല കാര്യങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. അവൾ കാരണം ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങെന്തിനാ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നെന്നാ
ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്? ചെറിയച്ച, കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. അത് അങ്ങനെയല്ല വിക്രം. ആരംഭത്തിൽ ചിലരുടെ രാശി നല്ലതായിരിക്കും, പോകെ പോകെ മോശ സമയം വന്നു ചേരും. അദ്ദേഹം അതാ പറഞ്ഞത്. ആദ്യം വീട്ടിൽ വരണമെന്നും അനന്യയെ ആശീർവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനും പരിഹാരം പറയുമല്ലോ. അതെ സരോജ, സ്വാമിജി അതെല്ലാം ശരിയാക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അതിനുള്ള പരിഹാരവും പറയും. പിന്നെ നീ എന്തിനാ വെറുതെ പേടിക്കുന്നേ? അനന്യ ഈ ഭവനത്തിൽ വന്നിട്ട് എത്ര നാളായി? ഏകദേശം ഒരു 2 മാസം. അവളെ കുറിച്ച് അറിയാവുന്നതൊക്കെ പറയൂ, ഒന്നും ഒളിക്കാതെ പറയൂ. നല്ല മര്യാദയുള്ള കുട്ടിയാവള്. എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും പറയാൻ കഴിയില്ല. പക്ഷേ അവളൊരു മോശം കുട്ടിയല്ല, വളരെ നല്ല കുട്ടിയാ. ഞങ്ങളോട് അവൾക്ക് വലിയ സ്നേഹമാണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെയാ അവളെ വലിയ വിശ്വാസമാണ്. പക്ഷെ അവള് വീട്ടിലധികം കാണാറില്ല. അച്ഛൻ, അമ്മ, അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും? എന്റെ മകൾക്ക് അങ്ങനെ ആരുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. എന്ത്? ആരുമില്ലെന്നോ? അവൾക്ക് അച്ഛനും അമ്മയും ആരുമില്ല, മരിച്ചുപോയി. പക്ഷേ അവൾക്കൊരു ചെറിയമ്മയുണ്ട്. അവർ ഇവിടെയല്ല, വേറെ എവിടെയോ താമസം. പക്ഷെ വിചിത്രമായ കാര്യം എന്താന്ന് വെച്ചാ അവള് മനുഷ്യരോട് അധികം സംസാരിക്കാറേയില്ല. അത് മാത്രമല്ല സ്വാമി, ഒരു അത്ഭുതം നടന്നിരിക്കുന്നു. സരോജത്തിന് ഒരു രാജവും വല കഴിച്ചു. അനന്യ അടുത്ത നിമിഷം തന്നെ ആ വിഷം വലിച്ചെടുത്തു. ചെറിയച്ച, ഇതിൽ അതിശയിക്കാൻ എന്താ ഉള്ളത്? അവളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുത്തതാ അത്. നാട്ടും പുറത്തുനിന്ന് വന്ന പെണ്ണ. നാട്ടുവൈദ്യത്തെ പറ്റിയൊക്കെ അവൾക്ക് നന്നായി അറിയാം. ഗ്രാമത്തിൽ വളർന്ന കുട്ടിയല്ലേ, നാട്ടുവൈദ്യം അറിയുന്നതിൽ അതിശയിക്കാനുണ്ടോ? അതുകൊണ്ട് അവളെ ഇങ്ങനെ സംശയദൃഷ്ടിയോടെ കാണുന്നതിനാ? ചേച്ചേ, അങ്ങനെയല്ലേ വിക്രം. എല്ലാ കാര്യങ്ങളും പറഞ്ഞതേ ഉള്ളൂ, സംശയം വേണ്ടല്ലോ. അനന്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സ്വാമി അതിനും പരിഹാരം കാണും. എന്തായാലും അനന്യ ഈ വീട്ടിൽ ജീവിക്കേണ്ടവളല്ലേ. സ്വാമിജി, ഞങ്ങളുടെ അനന്യക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങ് ഒരുപാട് ചോദ്യങ്ങൾ അവളെപ്പറ്റി ചോദിക്കുമ്പോ ഞങ്ങൾക്ക് എന്തോ വല്ലാത്ത പേടി തോന്നുക. ഭയപ്പെട്ടേ മതിയാകൂ. യാതൊരു പരിചയവുമില്ലാത്ത ആളെ ഭവനത്തിൽ താമസിപ്പിച്ചാൽ ഭയപ്പെടേണ്ട സാഹചര്യം ഉറപ്പായും ഉണ്ടാകും. നോക്കൂ സ്വാമിജി, ഞങ്ങൾക്ക് അന്യനിയിൽ വലിയ വിശ്വാസമുണ്ട്. ഈ വീടിന് ദോഷം വരുന്ന കാര്യം അവൾ ചെയ്യില്ല. അവൾ കാരണം ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഉണ്ടാകാൻ സമ്മതിക്കുകയില്ല. ചെറിയച്ച, ഇദ്ദേഹത്തെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോ. ജയ് മഹാകാല! അയ്യോ, എന്താ വിക്രം ഇതൊക്കെ? അദ്ദേഹം മഹാസിദ്ധനാ. അദ്ദേഹത്തിന്റെ ഇഷ്ടം നോക്കാതെ അദ്ദേഹത്തിനോട് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയാൻ പറ്റുമോ? എന്നെ ഈ ഭവനത്തിൽ നിന്ന് പറഞ്ഞയക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. ഞാൻ വിചാരിച്ച കാര്യം പൂർത്തിയാക്കുന്നതുവരെ ഈ ഭവനം വിട്ട് ഞാൻ പോകുകയില്ല. ഞാൻ ചിന്തിക്കുന്നത് സത്യമാണെങ്കിൽ അല്പസമയത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും ഒരു രഹസ്യം മനസ്സിലാക്കും. അതിനുശേഷം നിങ്ങളെല്ലാവരും എന്റെ കാല് പിടിച്ച് ജീവന് വേണ്ടി അപേക്ഷിക്കും. സങ്കല്പത്തിൽ പോലും അറിയാൻ പറ്റാത്ത രഹസ്യം ഈ ഭവനത്തിലുണ്ടെന്നാണ് എന്റെ ബലമായ സംശയം. അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. ആ പെൺകുട്ടിയോട് വേഗം എവിടെ എത്താൻ പറയൂ. എനിക്ക് പോയേ മതിയാകൂ. എങ്ങോട്ട് പോകുന്നു?
വീട്ടിലേക്ക്. ഏത് വീട്ടിലേക്ക്? എന്റെ വീട്ടിലേക്ക്. എവിടെയാണ് നിന്റെ വീട്? ഇല്ലാത്ത വീട്ടിലേക്ക് പോകാൻ എന്താണ് ഇത്ര തിടുക്കം? ഇദ്ദേഹം എന്താ പറയുന്നത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. നീ എവിടെ നിന്നാണ് വന്നത്, എത്ര ദൂരെ നിന്നാണ് വന്നതെന്നും ആ ദൂരം എത്രയുണ്ടെന്ന് നിനക്ക് കണക്കുകൂട്ടാനാകുമോ? ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ആരാ? എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ നീ നിന്ന് പരിഭ്രമിക്കുന്നത് എന്തിനാണ്? ആരാണ് നീ? ഞാൻ അനന്യയാണ്, വിക്രമിന്റെയും സരോജയുടെയും മകൾ. അങ്ങനെയാണെങ്കിൽ നാഗലോകത്തെ രാജാവിന്റെയും റാണിയുടെയും മകൾ അമൃത എവിടെ പോയി? മാതാപിതാക്കളുടെ മരണത്തിന് പകരം ചോദിക്കുവാൻ വന്ന ആ നാഗരാജാവിന്റെ മകളെവിടെ? നാഗമാണിക്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ പണയം വെച്ച് ഭൂമിയിലേക്ക് വന്ന നാഗറാണിയുടെ മകളെവിടെ? എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? എന്റെ മാർഗത്തിന് തടസ്സം നിന്നാൽ ആരെയും ഞാൻ വെറുതെ വിടില്ല. നിൽക്ക്, നീ ഇവിടെ നിന്ന് പോകരുത്. എന്നെ തടയാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ ആഗ്രഹങ്ങൾക്കല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നീ ഇപ്പോൾ പോയാൽ വന്ന ജോലി പൂർത്തീകരിക്കുവാനാകാതെ നീ ബന്ധിക്കപ്പെടും. എന്നെ ആരെങ്കിലും ബന്ധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. എന്റെ ശക്തി എന്താണെന്ന് താങ്കൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയാമോ? എനിക്ക് ശക്തിയില്ല എങ്കിൽ രൂപം മാറി നടക്കുന്ന ഈ നിന്നെ എങ്ങനെ ഞാൻ എന്റെ ദൃഷ്ടിയിൽ മനസ്സിലാക്കി കുഞ്ഞെ? നിങ്ങളോട് എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നീ ഇപ്പോൾ അങ്ങോട്ട് പോയാൽ നിനക്ക് ആപത്താണ്. നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. നീ വന്ന കാര്യത്തിന് തടസ്സമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോകരുത്, നിൽക്ക്. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈശ്വരൻ എന്റെ നാവിലൂടെ ഇത് അറിയിച്ചത്. പോകരുത്, നിൽക്കാൻ. അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ? നീ ഇപ്പോ വന്നത് എന്നെ സഹായിക്കാനല്ല, എന്നോടെന്തോ ചോദിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെന്ന് പറയേ. വാവ്, ഇത് അതിശയായിരിക്കുന്നല്ലോ. ഞാൻ എന്തോ പറയാനാ വന്നത്, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? വാവ്, എനിക്കെങ്ങനെ മനസ്സിലായിരുന്നോ? നിന്റെ മുഖത്ത് നോക്കിയാൽ അത് അറിയാൻ പറ്റും. എന്താണെന്ന് പറയേ. അത് ഇപ്പോ എന്താന്ന് വെച്ചാ, പാർട്ടിക്ക് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്റെ അർജുന്റെയും കല്യാണമാണെന്ന് അനൗൺസ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? അത് നന്നായിരിക്കില്ലേ? മയൂരി, നിനക്ക് അർജുനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയ്ക്ക് ധൃതിയുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ നിന്റെ പ്രായത്തിൽ കല്യാണം എന്ന് പറയുമ്പോഴേ പേടിക്കുമായിരുന്നു. അമ്മേ, അത് അന്നത്തെ കാലം, ഇത് ഇന്നത്തെ കാലം. പ്ലീസ് അമ്മേ, പാർട്ടിയിൽ വെച്ച് കല്യാണത്തിന്റെ കാര്യം ഒന്ന് അനൗൺസ് ചെയ്യണേ. മയൂരി, അത് നടക്കില്ല മോളെ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ഞാൻ അർജുന് കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷേ അർജുന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് അവന്റെ അഭിപ്രായം ചോദിച്ചിട്ട് അവൻ എന്താ പറയുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിട്ട് അതിനുശേഷം നീ പറയുന്നത് പോലെ അനൗൺസ് ചെയ്യാം. അമ്മേ, ഒരുപക്ഷെ അർജുന് ഈ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? അല്ലെങ്കിലേ കല്യാണം എന്ന് കേൾക്കുമ്പോ തന്നെ അവൻ ഇവിടെ നോടും. അപ്പൊ മയൂരി ആയിട്ടുള്ള കല്യാണം എന്ന് പറയുമ്പോ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആർക്കറിയാം? ഒന്ന് മിണ്ടാതിരിക്കും ചിത്ര ചേച്ചി. ഓരോന്ന് പറഞ്ഞെന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. അർജുന് എന്നെ വളരെ ഇഷ്ടമാണ്. അവൻ നിന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറയാൻ ഒരു ചാൻസും ഇല്ല. അത് മാത്രമല്ല, അർജുൻ എന്തൊക്കെയാ ഇഷ്ടമുള്ളതെന്നും ഇല്ലാത്തതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അവന്റെ ഇഷ്ടമാണ് നോക്കുന്നതെങ്കിൽ അവൻ ഉറപ്പായും എന്നെ തന്നെ കല്യാണം കഴിക്കാന്ന് സമ്മതിക്കും. അത് മാത്രമല്ല, ഇന്ന് അവന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഓ, അങ്ങനെയോ? ഇത്രയും നാള് ഞാനും അമ്മയും ഈ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. എന്നിട്ട് എനിക്കോ അമ്മയ്ക്കോ അവൻ എന്താ ഇഷ്ടമുള്ളത് എന്താ ഇഷ്ടമില്ലാത്തതെന്ന് മനസ്സിലാക്കാനേ കഴിഞ്ഞിട്ടില്ലല്ലോ.
അങ്ങനെയുള്ളപ്പോ നീ മനസ്സിലാക്കിയെന്ന് പറഞ്ഞ അതൊരു അത്ഭുതം തന്നെയാണ്. അല്ല, അർജുൻ എന്താ ഇഷ്ടം? എന്ത് ഗിഫ്റ്റ് കൊടുക്കാനാ നീ ഉദ്ദേശിക്കുന്നേ? അർജുന് പാമ്പെന്ന് വെച്ച ജീവന, അറിയാമോ? അങ്ങനെയോ? അർജുന് പാമ്പിനെയാണോ ഇഷ്ടം? എന്നുവെച്ച് മയൂരി അർജുന് പാമ്പിനെയാണോ ഗിഫ്റ്റ് കൊടുക്കുന്നേ? ഇവളുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും പാമ്പ് പിടുത്തക്കാരന്റെ അടുത്ത് പോയി പാമ്പിനെ വാങ്ങിയിട്ട് വന്ന് അർജുന്റെ കഴുത്തില് മാല പോലെ അണിയിച്ചു കൊടുക്കും. ഇപ്പൊ തന്നെ അർജുന് നാഗദോഷമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കോ എന്തോ. അമ്മ ഒന്ന് ശ്രദ്ധിച്ചോളണം. അർജുന് പാമ്പെന്ന് വെച്ച ജീവന, അറിയാമോ? ഇപ്പൊ തന്നെ അർജുന് നാഗദോഷമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കോ എന്തോ. ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അത് നീ തന്നെയാണെന്നുള്ള സംശയം എനിക്ക് ഏറുകയാണ്. വാ വാ വാ, വേഗം വാ. ഈ നാട് മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ച നീ ഈ ഭവനത്തിൽ തന്നെയാണുള്ളത്. നീ തന്നെയാണ് ആ നാഗകന്യക എന്നതിന് എനിക്ക് ഒരുപാട് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു. ഇവരെല്ലാവരും പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് നീ തന്നെയാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വാ, എവിടെയാണ് നീ? എവിടെയാണ് നീ? ഏട്ടാ, ഈ മന്ത്രവാദി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ അനന്യ എന്തോ ചെയ്യാൻ പോവാന്നാ തോന്നുന്നേ. ആദ്യം അദ്ദേഹത്തോട് ഇവിടുന്ന് പോകാൻ പറ. നമ്മുടെ അനന്യെ ദ്രോഹിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. സ്വാമിജി, സാധാരണ അനന്യ അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വരാൻ കുറേയധികം ലേറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് അങ്ങിപ്പോൾ പൊയ്ക്കോളൂ. വേറെ ഒരു ദിവസം അവളെ ആശീർവദിച്ചാൽ മതി. കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. ധൃതി കാണിച്ചാൽ അത് മണ്ടത്തരമായി പോകും. വരട്ടെ, ഞാൻ കാത്തിരിക്കാം. സ്വാമി, അങ്ങ് അനുഗ്രഹിക്കാനായി കാത്തിരുന്നില്ലേ? അനന്യ, അതിവള. ജയ് മഹാകാല. എനിക്ക് എന്റെ മാതാപിതാക്കളുടെ അനുഗ്രഹം മാത്രം മതി. മറ്റൊരാളുടെയും അനുഗ്രഹം എനിക്ക് വേണ്ട. ഈ മന്ത്രതന്ത്ര കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ അനുഗ്രഹം വാങ്ങാറില്ല.
എനിക്ക് എന്റെ ശിവഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി. എനിക്കിവിടെ അഭയം തന്ന ഈ വീട്ടുകാരുടെ സ്നേഹം മാത്രം മതി. വേറെ ആരുടെയും അനുഗ്രഹം ആവശ്യമില്ല. നിൽക്കവിടെ, നിൽക്കൂ. അടുത്തേക്ക് വരരുത്. പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമല്ലാന്ന്. അനന്യേ, എന്താ മോളെ ഇങ്ങനെ പറയുന്നേ? സ്വാമിജി വന്നത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? ദേ നോക്ക്, എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഒരു നിമിഷം കൊണ്ട് ഭേദമാക്കി തന്നു. വിക്രം, അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുന്നതിൽ എന്താ തെറ്റ്? അതേ മോളെ അനന്യേ, അതെ. ഈ വീട്ടിന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാ ഗുരുജി വന്നിരിക്കുന്നത്. എല്ലാവരോടും സംസാരിച്ച് ആശീർവാദം കൊടുത്തു. നിനക്ക് വേണ്ടിയാ കാത്തിരുന്നേ. അല്ല സരോജ, എന്തായാലും അനന്യ ഈ വീട്ടിൽ തന്നെ ജീവിക്കേണ്ടവളാ. ഈ മഹാലിൽ നിന്നും ആശീർവാദം വാങ്ങുന്നതിന് എന്താ തെറ്റ്? വിക്രം, നീയെങ്കിലും ഒന്ന് പറയേ. അനന്യേ, ചെല്ലുമോളെ, അനുഗ്രഹം വാങ്ങിച്ചോ. എല്ലാം കൊണ്ടും നല്ലത് മാത്രം നടന്നാ മതി. എനിക്ക് ഈ മന്ത്രവാദിയുടെ അനുഗ്രഹം കൊണ്ട് നല്ലത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഏയ്, നീ വെറുതെ പിടിവാശി കാണിക്കരുതാ. എന്റെ ശക്തി എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് എനിക്ക് ഈ ഭവനത്തെ തന്നെ ഭസ്മമാക്കാൻ കഴിയും. കാലഭൈരവന്റെ ഭക്തനാണ് ഞാൻ. എന്റെ കാൽപ്പാടുകളൊന്ന് തൊട്ടു വന്ദിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ എന്റെ അനുഗ്രഹം വാങ്ങാൻ നീ എന്തിനാണ് ഭയക്കുന്നത്? നീ ഏത് രഹസ്യം ഒളിപ്പിച്ചാണ് ഈ ഭവനത്തിൽ നിൽക്കുന്നത്? ആ, പറയാ. എന്താണ് നീ ആലോചിക്കുന്നത്? എന്ത് രഹസ്യമാണ് നിന്റെ ഉള്ളിൽ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന യാതൊന്നും എന്റെ കൈവശമില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ എന്നെ വീണ്ടും അപമാനിക്കുകയാണ്. ഞാൻ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ ആ മഹാദേവനെ കൊണ്ടുപോലും പിന്നെ ഈ ഭവനത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. അയ്യോ സ്വാമി, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. അനന്യ, ചെല്ലുമോളെ, ഒന്നും സംഭവിക്കില്ല. പോയി അനുഗ്രഹം വാങ്ങിക്കേ. അനന്യ നിന്നോടാ പറയുന്നേ, വാശി പിടിക്കാതെ മോളെ, പോയി അനുഗ്രഹം വാങ്ങിക്കേ. വാ വാ വാ. നീ ആരാണെന്ന രഹസ്യം എനിക്ക് അറിഞ്ഞേ മതിയാകൂ. നീ ഇത്രത്തോളം ഭയപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നീ ആ നാഗകന്യക തന്നെയാവും. നിന്റെ തലയിൽ ഞാനൊന്ന് സ്പർശിച്ചാൽ മാത്രം മതി, നിന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും നിമിഷ നേരം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാ വാ. നിങ്ങൾക്ക് എന്താണ് എന്നിൽ നിന്ന് വേണ്ടത്? നിങ്ങൾ എന്തിന് ഈ വീട്ടിലേക്ക് വന്നു? നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? ഞാൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് എന്തിനാണ്? നിങ്ങൾ അന്വേഷിച്ചു വന്ന രഹസ്യം എന്തായാലും ഈ വീട്ടിലോ എന്റെ കൈവശമോ ഇല്ല. ജയ് മഹാകാല. ജയ് മഹാകാല.